Good morning students. So now we are going to start a new module that is progressions. നിങ്ങൾ മുന്നേ കുറേ പേര് പഠിച്ചിട്ടുണ്ടാവും. ഈസി ചാപ്റ്റർ ആണ്. അരിത്മെറ്റിക് പ്രോഗ്രഷൻ, ജോമെട്രിക് പ്രോഗ്രഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ മുന്നേ ചെറിയ ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ടാവും. ആ സെയിം തന്നെയാണ് പ്രോഗ്രഷൻസിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ വിൽ മൂവ് ടു ദ നെക്സ്റ്റ് മൊഡ്യൂൾ ദാറ്റ് ഈസ് പ്രോഗ്രഷൻസ്. Progressionsly we'll have to study the first type of progression which is called as arithmetic progression. Arithmetic progression എന്ന് പറയുമ്പോൾ arithmetic എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരണം it is related to plus or minus. Normally arithmetics എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലസിനെയും മൈനസിനെയും റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ത്രൂ ഔട്ട് ഈ ഒരു സെക്ഷൻസ് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ടാവുക. അപ്പം ഈ പറയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് ഇക്വേഷൻസ്, ഇപ്പൊ ഓരോ ടോപ്പിക്സ് ഞാൻ പറയുമ്പോഴും നിങ്ങൾക്ക് കുറച്ച് ഫോർമുലാസ് ഉണ്ടാവും. അപ്പം എപ്പോഴും ഇതിലുള്ള പ്രോബ്ലംസ് വരെ എങ്ങനെയാന്ന് വെച്ചാൽ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു ഫോർമുല ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു ക്വസ്റ്റ്യൻ വരിക. അപ്പം ഏതൊരു ക്വസ്റ്റ്യനിലെയും നിങ്ങൾക്ക് ആ ഫോർമുല വെച്ചിട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ കിട്ടാവുന്ന കുറച്ച് സംഗതികളെ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ നിങ്ങൾ യു ഷുഡ് ബൈ ഹാർട്ട് ദ ഫോർമുലാസ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഫോർമുലാസ് ബൈ ഹാർട്ട് ചെയ്താൽ this chapter is complete. അത്രേ ഉള്ളൂ. ഒരു 6 to 8 ഫോർമുലാസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ 1 by 1 ഇങ്ങനെ ഡീൽ ചെയ്ത് പോകും. അത് റിലേറ്റ് ചെയ്ത് കുറച്ച് പ്രോബ്ലംസ്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ വാട്ട് ഈസ് പ്രോഗ്രഷൻസ് ഓർ വാട്ട് ഈസ് എ സീരീസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് ഒരു സീരീസ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രഷൻ എന്നൊക്കെ പറഞ്ഞാല് കുറേ നമ്പേഴ്സ് ഉണ്ടാവും. പക്ഷെ നമ്മൾ ആ നമ്പേഴ്സിന് എന്തല്ല വെറുതെ കുറെ നമ്പേഴ്സ് അല്ല ഉള്ളത്. All those numbers are having a certain relationship. That is, the second number is obtained from the first number itself by adding a constant number. So first number um second number um തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവും. second ഉം third ഉം തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവും. So see these examples. We can simply explain an arithmetic progression by this example. ഇപ്പൊ നോക്കൂ 7, 10, 13 ഇതൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ AP യിലുള്ള ഒരു സീരീസ് ആണ്. So students, in this series if I am asking you what is the next number, you could easily say that it is 16. ഇപ്പൊ നിങ്ങൾ എങ്ങനെയാ 16 എന്ന് പറഞ്ഞിട്ടുണ്ടാവുക? 7 കഴിഞ്ഞിട്ട് 10 ആണ് അല്ലേ? 7 കഴിഞ്ഞിട്ട് എത്ര കൂട്ടണം 10ലേക്ക്? പ്ലസ് 3 ആണ് 10. 10 plus 3 13. അപ്പൊ 13 plus 3 16. 16 plus 3 19. അപ്പൊ അങ്ങനെയാണ് നമ്മൾ സീക്വൻസ് ആഡ് ചെയ്ത് പോകുന്നത്. അപ്പൊ 2 അല്ലെങ്കിൽ 3 നമ്പേഴ്സ് കിട്ടുമ്പോൾ ആ 3 നമ്പേഴ്സ് തമ്മിൽ നമുക്കൊരു റിലേഷൻ ഉണ്ടാക്കാൻ പറ്റും. ഒരു കോമൺ റിലേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെ. അപ്പം ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? +3 ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് +3 ആണ്. ഇപ്പൊ നമ്മൾ അത് മുൻകൂട്ടായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് പറയും? നെക്സ്റ്റ് നമ്പർ വിൽ ബി ഈക്വൽ ടു 16 എന്നുള്ളത്. അപ്പം ഇതാണ് ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ മീൻസ്. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് നമ്പർ ഓർ ദി നെക്സ്റ്റ് നമ്പർ ഇസ് obtained by adding a constant number to the preceding term. മുന്നേ ഉള്ള ഒരു ടേമിലേക്ക് ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് ടേം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ അടുത്തടുത്ത നമ്പേഴ്സ് കിട്ടും. അപ്പം ഇത് നമ്മൾ ആഡ് ചെയ്തതല്ലേ ചെയ്തത്? +3 ആണ് ചെയ്തത് അല്ലേ? സോ ദാറ്റ് ദിസ് നമ്പർ ഗെറ്റ്സ് ഇൻക്രീസ്ഡ്. സോ ദാറ്റ് ദിസ് ടൈപ്പ് ഓഫ് സീരീസ് ഈസ് കോൾഡ് ആസ് ഇൻക്രീസിംഗ് AP. That is increasing arithmetic progression. അപ്പം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എല്ലാ കേസസിലും ഇൻക്രീസ് ചെയ്തോണ്ടേ നിൽക്കണം എന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം? സെയിം കോൺസ്റ്റന്റ് നമ്പർ ഡിക്രീസ് ചെയ്യുകയും ചെയ്യാം. അപ്പം ഇതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഞാൻ താഴെ കൊടുത്തിട്ടുള്ളത്. 10, 8, 6, 4. What is the next number? It will be 2. 2 എന്നെങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക? നെക്സ്റ്റ് നമ്പർ 2 ആണ് നമ്മൾ എങ്ങനെ കണ്ടിട്ടുണ്ടാവുക? നമുക്ക് ഈ സീരീസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഒരു നമ്പർ ഇങ്ങനെ മൈനസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അടുത്തടുത്ത നമ്പർ കിട്ടുന്നത്. അപ്പൊ എന്തായിരിക്കും? 10ന്റെയും 8ന്റെയും വ്യത്യാസം എന്താണ്? -2 ആണ്. 10 - 2 8, 8 - 2 6, 6 - 2 4, 4 - 2 2. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? താഴോട്ടാണ് ഈ നമ്പേഴ്സ് പോകുന്നത്. ആൻഡ് ദിസ് ഈസ് കോൾഡ് ആസ് decreasing AP. അപ്പം നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് അരിത്മെറ്റിക് പ്രോഗ്രഷൻസ് പോസിബിൾ ആണ്. ഒന്നില്ലെങ്കിൽ നമ്പേഴ്സ് കൂടി പോകുന്നത്, that is a constant number is added to the preceding term and that is called as increasing AP, or else a constant number is decreased from a given number, that is called as decreasing AP. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ നമ്മൾ ഒരു നമ്പർ ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക. It simply deals with addition and subtraction. ഇനി
AP യിലെ ഇക്വേഷൻസിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ കുറച്ച് ജനറൽ ടേംസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഒരു രണ്ട് ടേംസ് തമ്മിൽ എന്തുണ്ട്, ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് അല്ലെ. ആ ഡിഫറൻസിന് നമ്മൾ കോമൺലി പറയുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് ഈസ് റെപ്രസെന്റഡ് ബൈ ദി ലെറ്റർ D. അതായത് രണ്ട് ഒരു സീരീസിലുള്ള കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. എപ്പോഴും കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ in the case of arithmetic progression it will be second term minus first term. ഇവിടെയും എന്താണ്, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. ഇനി നിങ്ങൾക്ക് രണ്ട് അടുത്തടുത്ത ടേംസ് നമ്മൾ എടുക്കാം കേട്ടോ. പക്ഷെ ഇൻക്രീസ്ഡ് ടേം മൈനസ് ഡിക്രീസ്ഡ് ടേം തന്നെ എടുക്കണം പറ്റില്ല. അടുത്തടുത്ത ടേം എന്ന് പറയുമ്പോൾ 13 മൈനസ് 10 എന്ത് തന്നെയാണ്, 3 ആണ്. 4 മൈനസ് 6 എന്ത് തന്നെയാണ്, -2 ആണ്. ഒരു കോൺസ്റ്റന്റ് നമ്പർ ഉണ്ടാവും. ആ ഒരു കോൺസ്റ്റന്റ് ഡിഫറൻസ്, കോമൺ ഡിഫറൻസിനാണ് നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്, D എന്നുള്ള ലെറ്ററിനെ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഒരു പാറ്റേണിൽ തന്നെ പോവുക. എപ്പോഴും സെക്കൻഡ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ ആയിരിക്കും എന്ത്, കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു ടേം ആണ് A. A is simply the first term of the series. That is, ഏതൊരു സീരീസ് ആണോ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അതിലുള്ള ഫസ്റ്റ് ടേം ആണ് എന്ത്, A എന്ന് പറഞ്ഞാല്. ഇപ്പൊ ഇവിടെ D ആണ് എന്ത്, +3, ഇവിടെ 7 ആണ് എന്ത്, A. ഇവിടെ -2 ആണ് D, ഇവിടെ 10 ആണ് എന്ത്, A എന്ന് പറഞ്ഞാല്. മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു സീരീസിൽ സിംപ്ലി നമ്മൾ കാണുന്ന ആദ്യത്തെ തുടക്കം ഉള്ള ഫസ്റ്റ് ടേമിനാണ് നമ്മൾ എന്ത് പറയുന്നത്, A എന്ന് പറഞ്ഞാല്. നെക്സ്റ്റ് വൺ ഈസ് N. N means number of terms. Number of terms means എത്ര നമ്പർ ഓഫ് ടേംസ് ഒരു സീരീസിൽ ഉണ്ട് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കൂ, 7, 10, 13 അങ്ങനെ പോവുകയാണ് അല്ലെ. പക്ഷെ ഇതൊരു ഇൻഫൈനൈറ്റ് സീരീസ് ആണ്. ഇങ്ങനെ കുത്തിട്ട എന്താണ്, നമുക്ക് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോൺ സ്റ്റോപ്പ് നമ്പേഴ്സ് ആണുള്ളത് അല്ലെ. ഇപ്പൊ ഇൻഡിജേഴ്സ് ആട്ടെ നമ്പേഴ്സ് ആട്ടെ നമ്മളത് നമ്പേഴ്സ് ഇങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കും. അപ്പം നമ്പർ ഓഫ് ടേംസ് എന്താണ്, ഇൻഫിനിറ്റ് ആണ്. അപ്പൊ ചില കേസസിൽ നമ്മൾ പറയും ഫൈൻഡ് ദ ഈവൻ നമ്പേഴ്സ് ലെസ് ദാൻ 10, അല്ലെങ്കിൽ ഫൈൻഡ് ദ സീരീസ് ലെസ് ദാൻ 100 എന്നൊക്കെ പറയുമ്പോൾ ഒരു നിശ്ചിത എണ്ണം ഉണ്ടാവില്ലേ, ആ എണ്ണം അല്ലെങ്കിൽ എത്ര എണ്ണമാണോ ഉള്ളത് ആ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്, സ്മോൾ ലെറ്റർ n, which is called as number of terms. Now these are the basics of progressions. Now we'll see what is arithmetic progression. So okay students, നമുക്ക് arithmetic progressionൽ ഫസ്റ്റ് പഠിക്കാനുള്ളതാണ് എന്ത്, nth term of arithmetic progression. അതായത് നമുക്കൊരു സീരീസ് തന്നാൽ നമ്മളോട് പറയാണ് 10ാമത്തെ ടേം കാണൂ, 20ാമത്തെ ടേം കാണൂ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതെങ്ങനെയാ കണ്ടെത്താനുള്ള ഒരു സിമ്പിൾ ഫോർമുലയാണ് ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ പറയട്ടെ, 10th ടേം എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മേ ബി ഇങ്ങനെ കൗണ്ട് ചെയ്യാം, 2, 4, 6, 8 അങ്ങനെ 10ാമത് ഏത് വരും എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 20 ആണെങ്കിലും നമുക്ക് എഴുതി നോക്കാം. അപ്പൊ 100 അതിന്റെ കൂടുതലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാനുവൽ വർക്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. സോ ദാറ്റ് by using this simple formula we could see any number. എത്രാമത്തെ ആണോ കാണേണ്ടത് അത്രാമത്തെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സീരീസ് കിട്ടിയാൽ നമുക്ക് ആ സീരീസിന്റെ ഇപ്പൊ 1000ാമത്തെ ടേം എത്രയായിരിക്കും വരിക, അല്ലെങ്കിൽ ഒരു 500ാമത്തെ ടേം, എത്രാമത്തെ ടേം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കണ്ടെത്താം. So what you have to do is, while writing your notes, mark this formula as important. ഒന്നുകിൽ നിങ്ങൾ ഒരു ഡിഫറെന്റ് കളർ ഇങ്ക് യൂസ് ചെയ്തിട്ട് ഈ ഫോർമുല നിങ്ങളുടെ നോട്ട്ബുക്കിൽ നമ്മൾ തുറക്കുമ്പോൾ തന്നെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിൽ എഴുതി വെക്കണം, അല്ലെങ്കിൽ മേക്ക് ഇറ്റ് ഇൻസൈഡ് എ ബോക്സ് സോ ദാറ്റ് യു ക്യാൻ പിക്ക് ഇറ്റ് ഔട്ട് ഈസിയർ. അപ്പം ഈ ഒരു ഫോർമുല മാത്രമാണ് ഇതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പം ഫോർമുല എന്താന്ന് വെച്ചാൽ Tn is equal to a plus n minus 1 into d. What is Tn? Tn എന്ന് പറഞ്ഞാൽ nth ടേം, എത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത് അതാണ് Tn എന്ന് പറഞ്ഞാല്. അപ്പൊ 10ാമത്തെ ആണെങ്കിൽ T10, 20ാമത്തെ ആണെന്നുണ്ടെങ്കിൽ T20. term 20th term is equal to a means first term plus n minus 1. n is the number of terms, n minus 1 into d. d എന്ന് പറഞ്ഞാൽ എന്താണ്, common difference. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമാണ്, as I have said in the first chapters of mathematics, we'll have to obey the rules while calculating. നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞുതരാം. ബ്രാക്കറ്റിന്റെ അകത്തുള്ള ആദ്യം ചെയ്യണം, എന്നിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, എന്നിട്ട് അഡീഷൻ ചെയ്യാൻ പാടുള്ളൂ. അതൊന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. സോ വിൽ മൂവ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ഫൈൻഡ് ദ 20th term of the series 2, 5, 8 etc. നമ്മളിങ്ങനെ ഒരു സീരീസ് കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫോർമുല അറിയണം. അതാണ് ബൈ ഹാർട്ട് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്.
Next, what you have to do is we'll have to pick out the terms that we could obtain from this series. ഈ series നമുക്ക് എന്തൊക്കെ കിട്ടും? ആദ്യം നമുക്ക് കിട്ടുന്ന first one അല്ലേ? First term which is represented by a. അപ്പോൾ a is equal to 2. ഇനി n എന്ന് പറഞ്ഞാൽ എന്താ? എത്ര ടേംസ് ആണ് നമുക്ക് കാണേണ്ടത്? അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 20th term ആണ് കാണേണ്ടത്. അപ്പോൾ number of terms is equal to 20. Now we'll have to see the common difference. എന്താ d എന്ന് പറഞ്ഞാല്? d is equal to എന്താ? Second term minus first term, that is 5 minus 2 which is equal to 3. ഇത് increasing GP ആണ്, അതുകൊണ്ട് തന്നെ increasing AP ആണ്, അതുകൊണ്ട് തന്നെ common difference എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വിൽ ഹാവ് ടു ഫൈൻഡ് ദ 20th ടേം. സോ ദാറ്റ് നമ്മൾ ഇങ്ങനെ എഴുതുക. T20 is equal to a plus a means 2 a plus n minus 1. n minus 1 പറഞ്ഞാൽ 20 minus 1 into d is equal to 3. That is equal to 2 plus what is 20 minus 1? 19. 19 into 3. So 19 into 3 is equal to 57. 57 plus 2 is equal to 59. That is the 20th term in the series 2, 5, 8 is equal to 59. നിങ്ങൾ ഈ സീരീസ് ഇങ്ങനെ എഴുതി പോയാൽ 20ാമത് നിങ്ങൾക്ക് കിട്ടുന്ന ടേം എന്തായിരിക്കും? 59 ആയിരിക്കും. അപ്പോൾ രണ്ട് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യും? ആൻസർ കിട്ടും. ആകെ നിങ്ങൾക്ക് അറിയേണ്ടത് ഈ ഒരു ഫോർമുലയാണ്. ഈ ഫോർമുലയിൽ നിന്നും നമ്മൾ ഒരു സീരീസിലോട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം, ഒരു സീരീസിൽ നിന്നും എങ്ങനെ ഇത്രയും ടേംസ് പിക്ക് ഔട്ട് ചെയ്യാം. വെരി സിമ്പിൾ. സോ ദാറ്റ് യു വിൽ ഹാവ് ടു of course you will have to by heart this equation. Tn is equal to a plus n minus 1 into d. അപ്പോൾ സ്റ്റുഡൻസ് നമ്മൾ ഒരു ഇൻക്രീസിങ് എ പിയുടെ കണ്ടു. ഇനി ഒരു ഡിക്രീസിങ് എ പി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുക. ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ദ കോമൺ ഡിഫറൻസ് വിൽ ബി നെഗറ്റീവ്. ഫൈൻഡ് ദ 10th term of the series 3, 1, minus 1, minus 3, etc. അപ്പോൾ ഇതിൽ നിന്ന് പിക്ക് ഔട്ട് എന്തൊക്കെ ചെയ്യാം? What is a? A is equal to first term, that is equal to 3. n എത്രയാണ്? നമുക്ക് തന്നിട്ടുണ്ട് 10 ആണ്. പിന്നെ നമുക്ക് കാണേണ്ട എന്താ? കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് മീൻസ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, ദാറ്റ് ഈസ് 1 minus 3. അപ്പൊ എന്തായിരിക്കും? -2 ആയിരിക്കും കോമൺ ഡിഫറൻസ്. ഇപ്പൊ ഡിക്രീസിങ് എ പി ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പം വാട്ട് ഈസ് Tn? Tn is equal to a plus n minus 1 into d. What is 10 minus 1? 10 minus 1 is equal to 9. 9 into minus 2 is equal to minus 18. Appo 3 plus minus 18 is equal to minus the 10th term in the series is equal to minus 15. ഈ ടേം നിങ്ങൾ ഇങ്ങനെ താഴോട്ട് എഴുതി പോയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 10ാമത്തെ ടേം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും -15 എന്നായിരിക്കും. അപ്പോൾ ഒരു ഡിക്രീസിങ് എ പി ആവട്ടെ ഇൻക്രീസിങ് എ പി ആവട്ടെ ഈ ഒരൊറ്റ സെയിം ഇക്വേഷൻ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് എത്രാമത്തെ ടേം ആണോ കാണേണ്ടത് അല്ലെങ്കിൽ nth ടേം ഓഫ് എ അരിത്മെറ്റിക് പ്രോഗ്രഷൻ കാണാനുള്ള ഇക്വേഷൻ ആണ് ഈ തന്നിട്ടുള്ളത്. ഫ്രണ്ട്സ് ഇനി നമ്മൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ. ഡിഫറൻസ് ഒന്നുമില്ല, നമുക്ക് എത്രാമത്തെ സീരീസാ കാണേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഫൈൻഡ് nth ടേം ഓഫ് സീരീസ് 3, 5, 7. nth ടേം ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ n എത്രയാന്ന് നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ n എത്രയോ ആവാം, അത് നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല എത്രയാന്നുള്ളത്. അപ്പൊ ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇക്വേഷന്റെ രീതിയിൽ കിട്ടും. അത് അങ്ങനെ തന്നെ വെക്കുകയാണ് ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ എന്താണ്? a is equal to 3, n is equal to എന്താ? n തന്നെയാണ്. d is equal to എന്താണ്? 5 minus 3, that is equal to 2. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. Tn is equal to a plus n minus 1 into d. n minus 1 എന്താണ്? n എന്നുള്ളത് നമ്മൾ n തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. 3 plus n minus 1 into 2 എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഓരോ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? 2n minus 2. ഇത് രണ്ട് നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 3 minus 2 എന്നുള്ളതിനെ നമുക്ക് 1 എഴുതാം. 1 plus 2n is the answer. That is the nth term of the series 3, 5, 7 will be equal to 1 plus
2n. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം, എഴുതാൻ മതി ഇങ്ങനെ തന്നെ എഴുതിയിട്ട് വെച്ചാൽ മതി. ബാക്കി സബ്സ്റ്റിറ്റ്യൂഷൻസ് n എന്നാണ് തന്നിട്ടുള്ളത്, n എന്ന് തന്നെ ഇട്ടിട്ട് എന്ത് ചെയ്യാം, സൊല്യൂഷൻ സോൾവ് ചെയ്യാം. സോ സ്റ്റുഡൻസ്, ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ടേം ഓഫ് ദ സീരീസ് 93, 90, 87 എക്സെട്ര. ഇടയിൽ പ്ലസും മൈനസും കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണ്ട കേട്ടോ. പ്ലസ് ഓർ മൈനസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഈസ് an arithmetic progression. etc is 0. എന്ന് വെച്ചാൽ ഈ സീരീസ് ഇങ്ങനെ പോയാൽ ഒരു പ്രത്യേക നമ്പർ ഓഫ് ടേം എത്തുമ്പോൾ അത് 0 ആവും. ഇപ്പൊ എത്രാമത്തെയോ ടേം 0 ആണ്, പക്ഷെ എത്രാമത്തെയോ നമുക്ക് അറിയില്ല. അതായത് എത്രാമത്തെയാണോ 0, ആ എത്രാമത്തെ ആവുന്ന നമ്പർ ആണ് നമ്മളെടുത്ത് കാണാൻ പറഞ്ഞിട്ടുള്ളത്. വിച്ച് ടേം ഓഫ് ദ സീരീസ് is 0 എന്നുള്ളത്. അപ്പൊ എന്താണ് നമ്മൾ ഇതിൽ ഹിന്റ് എടുക്കേണ്ടത്, എന്തൊക്കെയാണ്? എ തന്നെയാണ്, എ ഈസ് ഈക്വൽ ടു 93. n എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് അറിഞ്ഞൂടെ എത്രാമത്തെയോ ആണ്. ആ n ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ ആ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ള ക്ലൂ ആണ്, ഏതോ ഒരു സീരീസിലെ ആ ലാസ്റ്റ് ടേം നമ്മൾ കണ്ടെത്തേണ്ട ടേം എന്താണ്, 0 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. അതെന്ന് പറഞ്ഞാൽ എന്താ, tn 0 ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. ആ tn 0 ആവാനുള്ള n ആണ് നമ്മൾ എന്തുണ്ട് കണ്ടെത്തേണ്ടത്. ഇനി d എന്താ, d is the common difference, that is 90 minus 93, that is equal to -3. ഇതൊരു ഡിക്രീസിങ് AP ആണ്, അതുകൊണ്ട് തന്നെ d is equal to -3. ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. tn is equal to a plus n minus 1 into d. tn എന്ന് പറഞ്ഞാൽ എന്ത് 0. അപ്പം 0 is equal to a 93 plus n minus 1 നെ നമ്മൾ എന്ത് ചെയ്തു, ആ n ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ നമ്മൾ n minus 1 നെ n ആയിട്ട് തന്നെ അങ്ങനെ വെച്ചു, ഇൻറ്റു d ഇൻറ്റു -3. അപ്പം ഇത് ഇതേപോലെ സോൾവ് ചെയ്യാം. ഇവിടെ നമുക്ക് ആകെ അറിയാത്ത ഒരു നമ്പർ ഉള്ളത് n എന്നുള്ളതാണ് അറിയാത്തത്. അപ്പൊ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് n കിട്ടും. നോക്കാം. 0 ഈക്വൽ ടു 93 പ്ലസ് -3 ഇൻറ്റു n -3n പ്ലസ് -1 ഇൻറ്റു -3 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, +3 ആണ്. അപ്പൊ 93 പ്ലസ് -3n എന്ന് പറഞ്ഞാൽ തന്നെയാണ് -3n പ്ലസ് 3 ഈക്വൽ ടു 0. 93 പ്ലസ് 3 എന്താണ്, 96 മൈനസ് 3n എന്ന് പറഞ്ഞാൽ എന്താണ്, 3n നെ ഇങ്ങോട്ടേക്ക് ഇട്ടാല് 3n ഈസ് ഈക്വൽ ടു 96, n ഈസ് ഈക്വൽ ടു 96 by 3, that is equal to 32. എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സീരീസിൽ 32ാമത്തെ ടേം ആയിരിക്കും എന്ത്, 0 എന്ന് പറഞ്ഞാല്. അപ്പം എത്രാമത്തെ ടേം ആണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, n ആണ് കാണേണ്ടത്. n ആണ് നമ്പർ ഓഫ് ടേംസ്. അതിലൊരു ഹിന്റ് തന്നിട്ടുണ്ടാവും. എപ്പോഴും ഈ ഒരു ഫോർമുല യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഒരു കാര്യം നമുക്ക് അറിയാത്തേ ഉണ്ടാവുള്ളൂ. ഒരു ഇക്വേഷൻ അല്ലേ ഇതേ ഉള്ളൂ. അപ്പൊ ഒരു ഇക്വേഷനിൽ ഒരു അറിയാത്ത സാധനം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സൊല്യൂഷന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആ അറിയാത്ത അൺനോൺ ആയിട്ടുള്ള സംഭവം കിട്ടും. ഇവിടെ അൺനോൺ ആണ് എന്ത്, നമ്പർ ഓഫ് ടേംസ്. അപ്പൊ ആ നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, 32. ദാറ്റ് ഈസ് ദ 32nd term of the series 93, 90, 87 etc. will be equal to 0.